ഹലോ, വെൽക്കം ബാക്ക് ടു JP വ്ലോഗ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മൂവിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പൊതുവേ അങ്ങനെ മൂവി റിവ്യൂസ് ഒന്നും ചെയ്യാറില്ല. ഞാൻ മൂവി റിവ്യൂ ചെയ്തിട്ടുള്ളത് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ട ചില സിനിമകൾ, അത് ഒട്ടും അർഹിക്കാത്ത തരത്തിൽ നെഗറ്റീവ് റിവ്യൂസ് കാണുമ്പോഴാണ് ഞാൻ മൂവി റിവ്യൂസ് പൊതുവേ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു മൂവിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്, മലൈക്കോട്ടെ വാലിബൻ. ഒത്തിരി നെഗറ്റീവ് റിവ്യൂസ് കണ്ടിട്ടാണ് നമ്മൾ ഇന്നലെ ഈ മൂവിക്ക് പോയത്. നമ്മൾ ഒരു 7 പേരാണ് പോയത്. ഞാൻ അന്നേരം ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞു കട്ട നെഗറ്റീവ് റിവ്യൂ ആണ്, പക്ഷെ എനിക്ക് എന്തായാലും മോഹൻലാലിൻ്റെ ഈ മൂവി തിയേറ്ററിൽ തന്നെ പോയി കാണുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയി. പക്ഷെ കണ്ടിറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് 7 പേർക്കും ഒരേ അഭിപ്രായമായിരുന്നു ഇതൊരു നല്ല സിനിമയാണെന്നുള്ളത്. അതിൽ തന്നെ നമുക്ക് കുറച്ച് പേർക്ക് ഇതൊരു ഗംഭീര സിനിമയായിട്ടാണ് അനുഭവപ്പെട്ടത്. ഇതിൻ്റെ ഈ ഒരു സിനിമയുടെ ഏറ്റവും ഒരു പ്ലസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു യുണീക്നെസ് ഇൻ ദ ക്വാളിറ്റി ഓഫ് മേക്കിംഗ്. അത് കഥ പറയുന്ന രീതിയാണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും ഏതൊരു ഏരിയ എടുത്തു കഴിഞ്ഞാലും അതിലുള്ള ഒരു യുണീക്നെസ്സും ഒരു ഫ്രഷ്നെസ്സും ആണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ അവകാശപ്പെട്ടിരുന്നു ഇതൊരു ഇതുവരെ മലയാളത്തിൽ ഇല്ലാത്ത ഒരു ടൈപ്പ് സിനിമയാണ്. അത് 100% ശരിയാണ്. നമ്മൾ ആരും ഇതിനു മുമ്പ് മലയാളത്തിൽ ഇതുപോലെ ഒരു സിനിമ കണ്ടിട്ടില്ല. അത്രയും വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമാ അനുഭവമാണ് നമുക്ക് എല്ലാവർക്കും ഇത് തിയേറ്ററിൽ സമ്മാനിച്ചത്. തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടുന്ന ഒരു സിനിമയാണ്. ഇത് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയല്ല. അത് നമുക്ക് നേരിട്ട് കണ്ട് തിയേറ്ററിൽ കണ്ടാലേ ഇതിൻ്റെ ഒരു ഞാൻ പറഞ്ഞിരുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ സിനിമ ആക്ച്വലി ഇറ്റ് ഡിസേർവ്സ് എ മെച്യൂർഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഡിയൻസ് എന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റാൻഡേർഡ് ആൻഡ് മെച്യൂർഡ് ഓഡിയൻസ് എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മലയാളത്തിൽ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്ന സിനിമകളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സുള്ള ആളുകളിൽ നിന്നാണ്. നമ്മൾ മലയാളത്തിൽ ഒരു സ്ഥിരം പാറ്റേൺ ആണ് കണ്ടുവരുന്നത്. ഒന്നുകിൽ കുടുംബ സിനിമയായിരിക്കും, ഒരു ഫാമിലി മൂവി ആയിരിക്കും, അത്യാവശ്യം കോമഡിയും കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ആയിട്ടുള്ള പടങ്ങൾ, അല്ലെങ്കിൽ മാസ് മൂവീസ്, അത് നരസിംഹം, പുലിമുരുകൻ പോലത്തെ പടങ്ങൾ. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ടൈപ്പാണ് ഡിറ്റക്റ്റീവ് മൂവീസ്. 5-ാം പാതിര തൊട്ട് ഇപ്പം മോസ്ലറിൽ നിൽക്കുന്ന ആ ഒരു കാറ്റഗറി. അങ്ങനെ നമുക്ക് നമ്മുടെ റിയൽ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മൂവീസാണ് മലയാളി പ്രേക്ഷകർ കൂടുതലും സ്വീകരിക്കുന്നത്. അതിനൊരു മാറ്റം ഉണ്ട് എന്ന് എനിക്ക് തോന്നിപ്പിച്ച ഒരു സിനിമയാണ് നൻപകൽ നേരത്ത് മയക്കം. ആ ഒരു സിനിമക്ക് കിട്ടിയ ആക്സെപ്റ്റൻസ് കണ്ടപ്പം എനിക്ക് തോന്നിയിരുന്നു നമ്മൾ മലയാളി പ്രേക്ഷകർ കുറേയധികം മാറി ചിന്തിക്കാൻ തുടങ്ങിയെന്ന്. പക്ഷേ ഈ മലൈക്കോട്ടെ വാലിബന് നേരിടുന്ന ഈ നെഗറ്റീവ് റിവ്യൂസ് കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഒട്ടും തന്നെ മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് പൊതുവെ മലയാളികൾക്കൊരു വിചാരമുണ്ട് നമ്മൾ ഭയങ്കര ബുദ്ധിജീവികളാണ് എന്ന്. പക്ഷേങ്കിലും നമ്മൾ എന്താ പറയുക, നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ശൈലിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ ഫാൻറ്റസി മൂവീസൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഇൻവോൾവ് ചെയ്ത് കാണുന്ന നമ്മൾ മലയാളത്തിൽ റിയലിസ്റ്റിക് അല്ലാത്ത എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മൾ അതിൽ ലോജിക്ക് തപ്പാൻ പോകും. അതാണ് നമ്മുടെ മലയാളികളുടെ ശീലം. ഇങ്ങനെ സ്ഥിരം ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇറങ്ങിയിട്ടുള്ള മോഹൻലാലിന് തന്നെ 2 സിനിമകളായിരുന്നു, ദേവദൂതനും ഗുരു. നിങ്ങൾക്കറിയാം ഈ 2 സിനിമയും തിയേറ്ററിൽ ഫ്ലോപ്പായിരുന്നു. അന്നത്തെ കാലത്ത് OTT ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സിനിമകൾ ഫ്ലോപ്പായിട്ട് തന്നെയാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ പറയാറുണ്ട് കാലത്തിന് മുന്നേ ഇറങ്ങിയ, എന്താണ് കാലം തെറ്റി ഇറങ്ങിയ സിനിമ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് പറയുന്ന 2 സിനിമകളായി മാറി ഈ ദേവദൂതനും ഗുരു. അതുപോലെ ഈ മലൈക്കോട്ടെ വാലിബനും കുറേ കാലത്തിന് ശേഷം, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ക്ലാസിക് മൂവിയാണെന്നൊക്കെ പറയുന്നതിനേക്കാൾ ഈ ഒരു മൂവിക്ക് അത് അർഹിക്കുന്ന അംഗീകാരം ഇപ്പം തന്നെ കിട്ടണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു റിവ്യൂ ഇടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഇതുപോലെ വ്യത്യസ്തമായിട്ടൊരു സിനിമയായിരുന്നു മഹാവീര്യർ. അതും തിയേറ്ററിൽ ഫ്ലോപ്പായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ സിനിമ ഞാൻ OTTയിലാണ് കണ്ടത്. കണ്ടപ്പം വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. ഇനി നമ്മുടെ മലൈക്കോട്ടെ വാലിബനിലോട്ട് വരുമ്പം ഈ ഒരു സിനിമ കണ്ടിറങ്ങി ഒത്തിരി പേര് പറയുന്നത് ഞാൻ കേട്ടു ഇതൊരു LJP മൂവിയാണ്. മോഹൻലാൽ മൂവിയാണെന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇതൊരു LJP മൂവിയാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് അതേ, ഇതൊരു LJP മൂവിയാണ്, അതിനോടൊപ്പം ഇതൊരു മോഹൻലാൽ മൂവി കൂടിയാണ്. എന്തുകൊണ്ടാണ് ഇതൊരു മോഹൻലാൽ മൂവി അല്ല എന്ന് പറയുന്നത് എനിക്ക് സത്യത്തിൽ മനസ്സിലായിട്ടില്ല. കാരണം ഈ ഒരു വാലിബൻ എന്നൊരു കഥാപാത്രം മോഹൻലാലിനെ മാറ്റി മറ്റാരെ ചെയ്താലും അതെങ്ങനെ ഇരിക്കും എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ആ ഒരു വാലിബനായിട്ട് മോഹൻലാൽ നമ്മുടെ സ്ക്രീനിൽ വരുമ്പോൾ ഉള്ള ആ ഒരു സ്ക്രീൻ പ്രസൻസും അദ്ദേഹത്തിൻ്റെ ഗെറ്റപ്പും അദ്ദേഹത്തിൻ്റെ ലുക്കും പിന്നെ ആറ്റിറ്റ്യൂഡും എല്ലാം മറ്റൊരാൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതാണ് മോഹൻലാൽ എന്നൊരു നടനെ മറ്റെല്ലാവരിൽ നിന്നും എന്താ പറയുക സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിർത്തുന്ന ഒരു ഫാക്ടർ.
എനിക്ക് പിന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പം മമ്മൂട്ടിക്ക് കിട്ടുന്ന സ്വീകാര്യത മോഹൻലാലിന് പലപ്പോഴും കിട്ടുന്നില്ല. നൻപകൽ നേരത്ത് മയക്കവും കാതലും ഒക്കെ മമ്മൂട്ടി ചെയ്തപ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഒരു നടനെ മോശമായിട്ടും മറ്റേ നടനെ ബെറ്ററായിട്ടും കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ഈ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന ഒരു സിനിമ അത് LJP മൂവിയാണ്, അതൊരു മമ്മൂട്ടി മൂവി എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ആ ഒരു ക്യാരക്ടർ മോഹൻലാലിനാണ് വന്നിരുന്നതെങ്കിൽ മോഹൻലാൽ ചെയ്താലും ആ സിനിമ അതുപോലെ തന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പം ഈ പറയുന്ന ലാലേട്ടൻ ഫാൻസ് മോഹൻലാലിൻ്റെ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഇത് സ്വീകരിക്കപ്പെടാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആസ് എ മൂവി അതിനെ മുന്നോട്ട് കൊണ്ടുപോയത് അതിൻ്റെ കഥയും പിന്നെ അതിൻ്റെ വിഷ്വൽസും പിന്നെ ഓഫ് കോഴ്സ് മമ്മൂട്ടി എന്ന നടൻ്റെ അഭിനയ മികവും തന്നെയാണ്. പക്ഷെ മോഹൻലാലിൻ്റെ അഭിനയ മികവും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു സിനിമ ഇവരിൽ രണ്ടുപേരും ചെയ്തിരുന്നെങ്കിലും അതിൻ്റെ ഒരു മേന്മ ഒരിക്കലും നഷ്ടപ്പെടില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ മോഹൻലാൽ എന്ന് പറയുന്ന നടന് പകരം മലയാളത്തിൽ മറ്റേതൊരു നടൻ ചെയ്താലും അത് വാലിബൻ ആവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ മോഹൻലാൽ മൂവി ആവുന്നത്. പിന്നെ ഇത് ചിലർ പറഞ്ഞത് കുറച്ച് ആൾക്കാർ പറയുന്നത് ഒരു ക്ലാസ് മൂവിയാണ്, ഒട്ടും മാസ് പ്രതീക്ഷിച്ച് പോകരുത്, ഇതൊരു ക്ലാസ് മൂവിയാണ് ഉള്ള കാറ്റഗറിയിലാണ് ഇത് ഇഷ്ടപ്പെട്ട പലരും ഇതിനെ കാറ്റഗറൈസ് ചെയ്ത് കണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൽ കുറേ മാസ് എലമെന്റ്സ് ഉണ്ട്. ഒരു മാസ് മൂവി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഈ ഒരു സിനിമയിൽ മോഹൻലാലിൻ്റെ ഒത്തിരി സീൻസ് നമുക്ക് കുറച്ച് മാസായിട്ട് തന്നെ അനുഭവപ്പെടുന്ന സീൻസ് ഉണ്ട്. മല്ലയുദ്ധം, ആ ഒരു സ്റ്റണ്ട് സീനാണെങ്കിലും മോഹൻലാലിൻ്റെ ഇൻട്രൊഡക്ഷൻ സീനാണെങ്കിലും എല്ലാം എനിക്ക് ആക്ച്വലി അതൊരു മാസ് ഫീല് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കൈമുട്ടിയിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ കയ്യടിയൊക്കെ വളരെ കുറവായിരുന്നു. എനിക്കൊന്നും നമ്മൾ പോയി 7 പേര് തന്നെയാണ് കൈ തട്ടിയിട്ടുള്ളത്. പക്ഷേ അത് നമുക്ക് ആക്ച്വലി ആത്മാർത്ഥമായിട്ട് ഫീൽ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കൈ തട്ടിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു മാസ് മൂവി എന്ന് പറയുമ്പോൾ അത് ക്ലാപ്പിംഗ് മാത്രമല്ല, നമുക്ക് ചില മൊമെന്റ്സിൽ നമ്മൾ അറിയാണ്ട് വാവ് എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒത്തിരി സീൻസിൽ ഞാൻ അറിയാണ്ട് ഞാൻ ഒച്ചത്തിൽ തന്നെ വാവ് എന്ന് പറഞ്ഞിരുന്നിട്ടുണ്ട് ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സിനിമേനെ മാസാക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എസ്പെഷ്യലി ഇതിലെ സ്റ്റണ്ട് സീൻസ്, അതിലെ മോഹൻലാലിൻ്റെ ഒരു മെയ്വഴക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു എടുപ്പും ഒക്കെ കണ്ട് നമ്മൾ വണ്ടറടിച്ച് നിന്ന് പോകും. അതാണ് ഞാൻ പറഞ്ഞ മാസ് എലമെന്റ്. പിന്നെ എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. നമ്മൾ ക്ലൈമാക്സ് കാണുമ്പോൾ നമ്മൾ അയ്യോ ഇതിവിടെ തീരല്ലേ എന്ന് വിചാരിക്കുന്ന ഒരു ക്ലൈമാക്സ് ആണ്. അതായത് അയ്യോ ഇവിടെ നിർത്തല്ലേ, അത് ബാക്കിയും കൂടി കാണിച്ചിട്ട് നിർത്തണം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ക്ലൈമാക്സ് ആണ്. അതിൽ അവസാനത്തെ ആ മോഹൻലാലിൻ്റെ ഗെറ്റപ്പൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. അത് ആ ഒരു ഗെറ്റപ്പിൽ മറ്റാരും വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ രോമാഞ്ചം വരില്ല. അതാണ് മോഹൻലാൽ എന്ന ഒരു നടൻ്റെ ഒരു മികവ്. പിന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് ഇതിന് അണിയറ പ്രവർത്തകർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കാലദേശങ്ങളില്ലാത്തൊരു സിനിമ എന്നാണ്. അങ്ങനെ തന്നെയാണ് ഈ ഒരു സിനിമ തുടങ്ങുന്നത്. അതായത് നമുക്കൊട്ടും പരിചയമില്ലാത്ത കുറച്ച് ദേശങ്ങൾ, അവിടെയുള്ള കുറേ ആളുകൾ, അവർക്കിടയിലുള്ള പിന്നെ സംഭാഷണം, പിന്നെ അവർക്കിടയിൽ നടക്കുന്ന സംഭവങ്ങൾ, ഇതൊക്കെ നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഈ സിനിമക്ക് നേരിടുന്ന ഏറ്റവും വലിയൊരു ആരോപണം എന്ന് പറയുന്നത് ഇത് ഭയങ്കര സ്ലോ ആണ്, ഭയങ്കര ലാഗാണ്. ഫസ്റ്റ് ഹാഫ് നമുക്കിങ്ങനെ ഇരുത്തി ബോറടിപ്പിക്കും, ഭയങ്കര നാടകീയമാണ് എന്നൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഹാഫാണ് സെക്കൻഡ് ഹാഫിനേക്കാൾ കൂടുതൽ എൻഗേജിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ കാരണം ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ പരിചയമില്ലാത്ത ഈ ഒരു സ്ഥലത്തെയൊക്കെ കാണിക്കുന്ന വിഷ്വൽസ്, ആ ഒരു ഫ്രെയിമൊക്കെ ഭയങ്കര മനോഹരമായിരുന്നു. പിന്നെ ഇത് സ്ലോ എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നെ സംവിധായകനായിട്ടുള്ള ലിജോ ജോസ് പലിശ്ശേരി പറഞ്ഞത് ഇതൊരു മുത്തശ്ശി കഥ പോലെയാണ് എന്നാണ്. എനിക്കും പേഴ്സണലി അത് തന്നെയാണ് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് കാണുമ്പം ശരിക്കും നമ്മളൊരു പുസ്തകം വായിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. അതായത് നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു ലോകത്തെപ്പറ്റി, ആ ലോകത്തിലെ ആളുകളെ പറ്റിയൊക്കെ നമ്മൾ വായിച്ചറിയുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. അതായത് നമ്മൾ ഇമാജിൻ ചെയ്യുക ആ ഒരു ലോകത്തെ പറ്റി ഇതൊക്കെ. പക്ഷെ നമ്മൾക്ക് ആ ഒരു ഇമാജിൻ ചെയ്യാനുള്ള പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തരാതെ ആ ഒരു ഇതും കൂടെ നമുക്ക് സ്ക്രീനിൽ കാണിച്ചിരുന്നു. അതായത് നമ്മൾ ഈ പുസ്തകം വായിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ വിഷ്വൽസും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീലായിരുന്നു ഫസ്റ്റ് ഹാഫ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. പലർക്കും ഇത് സ്ലോ ആയിട്ട് തോന്നുന്നത് ഇതുപോലെയുള്ള സിനിമകൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ്. കാരണം മലയാളത്തിൽ പൊതുവെ നമ്മളിപ്പോൾ ഒരു സീന് കാണുമ്പം രണ്ടുപേരും തമ്മിലുള്ള ഡയലോഗ്സ് ആണെങ്കിൽ നമ്മുടെ ഫുൾ ഫോക്കസ് ആ ഡയലോഗിൽ മാത്രമായിരിക്കും. പിന്നെ നമ്മൾ അടുത്തത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് നമ്മളത് കാണുന്നത്. ജസ്റ്റ് ആ ഡയലോഗ് കേൾക്കും, നമ്മൾ അടുത്ത സീനിലോട്ട് പോകും. ഇങ്ങനെയാണ് പൊതുവേ നമ്മുടെ മലയാള സിനിമകൾ ഉണ്ടാവാറ്.
പക്ഷേ ഇതിൽ ഒരു രണ്ടുപേര് തമ്മിലൊരു ഡയലോഗ് സീൻ ആണെങ്കിലും നമ്മൾ ആ ഒരു സംഭാഷണത്തിനോടൊപ്പം നമ്മൾ ആ ഒരു ഫ്രെയിമിലോടും കൂടിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ആ ഫ്രെയിമിൽ ഈ രണ്ടുപേരല്ലാതെ പേരല്ലാതെ ആ ഫ്രെയിമിൽ മറ്റാളുകളുണ്ടെങ്കിൽ അവരുടെ എക്സ്പ്രഷൻ, പിന്നെ ആ ഒരു ഒരു എന്താ പറയുക, കുറേ പേര് പറയുന്നത് കേട്ടു ഇത് വാൾപേപ്പർ ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫ്രെയിമാണെന്ന്. സത്യമാണ്. ആ ഫ്രെയിം നമ്മൾ അതിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിപ്പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതൊരു ലാഗായിട്ട് തോന്നുകയില്ല. നമ്മളത് ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്ത് പോവുക ചെയ്യുന്നത്. പക്ഷെ എനിക്കിത് ഭയങ്കര ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മൾ ആ ഫ്രെയിമിലോട്ട് ഇങ്ങനെ നോക്കിയിരുന്നു, ഇത് ഏതാ സ്ഥലം, ഇതുവരെ കാണാത്ത ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം, പിന്നെ അവിടുത്തെ ആളുകൾ, അങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന തരത്തിലുള്ള വിഷ്വൽസ് ആണ് ഫസ്റ്റ് ഹാഫിൽ നിറയെ ഇദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഫസ്റ്റ് ഹാഫിൽ എടുത്തു പറയേണ്ടുന്നത് സുചിത്ര നായർ എന്ന് പറയുന്ന അഭിനേത്രി. അവർ വളരെ ഭംഗിയായിട്ട് അവരുടെ റോള് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അവരുടെ അത്രയധികം സിനിമകളൊന്നും കണ്ടതായിട്ട് ഓർക്കുന്നില്ല. പക്ഷേ ഭയങ്കര ഒരു ഇരുത്തം വന്ന ഒരു ആക്ട്രസിൻ്റെ ഒരു വോയിസ് മോഡുലേഷനൊക്കെ ആയിരുന്നു അവർക്ക്. ഇങ്ങനെ കഥ പറയുന്ന ആ ഒരു സെക്ഷനൊക്കെ അവരുടെ ഒരു ശബ്ദത്തിൽ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു മുത്തശ്ശി കഥ കേൾക്കുന്ന പോലെ തന്നെയുള്ള ഒരു ഫീലിലാണ് നമ്മൾ ആ ഒരു സിനിമ കണ്ടുപോകുന്നത്. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പം അവിടുത്തെ കുറച്ച് ഭാഗം മാത്രമാണ് എനിക്ക് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയത്. അതായത് ആ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ അത്രയും ഇൻവോൾവ് ആയിട്ട് ഒരു കഥ കേൾക്കുന്ന പോലത്തെ ആ ഒരു ഫീലിൽ പോയി സെക്കൻഡ് ഹാഫിൽ എത്തുമ്പം കുറച്ച് സമയത്തേക്ക് നമ്മളൊന്ന് ഡിസ്കണക്റ്റ് ആയി പോകുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് വരുന്നുണ്ട്, വീണ്ടും ആ ഒരു ലോകത്തേക്ക് നമ്മളെ തിരിച്ചു കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പം ഒരു രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടുന്നത് ഹരീഷ് പേരടി എന്ന് പറയുന്ന നടൻ. അദ്ദേഹം വളരെ മികച്ചൊരു പ്രകടനമായിരുന്നു ഇതിനകത്ത് കാഴ്ചവെച്ചത്. ചില സീനിലൊക്കെ മോഹൻലാലിന് മേലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം പോയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി നെഗറ്റീവ് റിവ്യൂസ് കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു സിനിമ കാണാൻ പോയത്. എൻ്റെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒട്ടുമിക്ക എല്ലാ മലയാളം റിവ്യൂവേഴ്സും ഇതിനെ അങ്ങനെ ഒരു മികച്ച സിനിമ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഒത്തിരി പേര് ഒരു ആവറേജ് മൂവി എന്ന നിലക്ക് പറഞ്ഞു നിർത്തി. അതിനെ അത്ര അങ്ങോട്ട് കുറച്ച് പ്ലസും മൈനസും പറഞ്ഞൊരു ആവറേജ് മൂവി എന്ന് പറയുന്ന നിലക്ക് നിർത്തിയപ്പം ഒരാൾ മാത്രം ഇതിനെ ഭയങ്കരമായിട്ട് ഡിഗ്രേഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു റിവ്യൂ ആണ് കാണാൻ സാധിച്ചത്. മറ്റാരുമല്ല, അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന റിവ്യൂവറാണ്. ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആളാണ്. ഒത്തിരി വീഡിയോസ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് കണ്ടിട്ടുള്ള ആളാണ്. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് അദ്ദേഹം കൊടുത്തിട്ടുള്ള റിവ്യൂ എനിക്ക് പറയാനുള്ളത് ഒരു ബ്രൂട്ടൽ റിവ്യൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്രയും ആക്ഷേപിക്കേണ്ടുന്ന ഒരു സിനിമയല്ല, മറിച്ച് ഒരു മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു സാധനത്തിനെ ഇത്രയധികം ഡിഗ്രേഡ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ എന്താ പറയുക, അതിനെ താറടിച്ച് കാണിക്കുമ്പം ഭയങ്കര സങ്കടം തോന്നിയത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ എടുത്ത് പറയുന്നത്. അദ്ദേഹം ഈ സിനിമയ്ക്ക് നേരെ പറഞ്ഞിട്ടുള്ള കുറച്ച് പോയിന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നാടകം പോലെയാണ്. പിന്നെ ഹരീഷ് പേരടിനൊക്കെ വളരെ മോശമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, ബെസ്റ്റ് നാടക നടൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം വളരെ മികവുറ്റതായിട്ടാണ് തോന്നിയത്. ആ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന എല്ലാ മാനറിസവും ആ ഒരു ഡയലോഗ് ഡെലിവറിയും എല്ലാം വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം ഇതിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൽ വില്ലനായിട്ട് എത്തിയിട്ടുള്ള ഡാനി സെയ്ത്ത് എന്ന് പറയുന്ന അദ്ദേഹം വളരെ മികച്ച അഭിനയമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അദ്ദേഹത്തിനൊക്കെ വളരെ മോശമായിട്ടൊരു കോമഡി പീസ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ കുറച്ച് കോമഡി, അതായത് അതിൽ അദ്ദേഹം പിന്നെ എന്താ പറയുക, ആദ്യമായിട്ട് ഈ വാലിബനെ മല്ലയുദ്ധത്തിലേക്ക് വെല്ലുവിളിക്കുന്നത് ഈ പറയുന്ന വില്ലൻ കഥാപാത്രമാണ്. പക്ഷെ ആ വില്ലൻ കഥാപാത്രം ഒരിക്കലും എന്താ പറയുക, ഈ മല്ലയുദ്ധത്തിലേക്ക് വരുന്ന ഒരു മല്ലനൊന്നുമല്ല. അങ്ങനെയല്ല ആ സിനിമയിൽ അദ്ദേഹത്തിനെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറിന് പറ്റിയിട്ടുള്ള ഒരു മാനറിസവും ഡയലോഗ് ഡെലിവറിയും ഒക്കെ തന്നെയാണ് ആ ഒരു പുള്ളി അതിൽ ചെയ്തിട്ടുള്ളത്. അതിൽ ചില സമയത്തൊക്കെ നമുക്ക് ആ പുള്ളിനെ കാണുമ്പോൾ ചിരി വരുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ആ ഒരു സിനിമ എന്താ പറയുക, ലിജോ ജോസ് പല്ലിശ്ശേരി ഉദ്ദേശിച്ചതും അങ്ങനെ ഒരു കോമഡി എലിമെന്റ് തന്നെയാണെന്നാണ് എനിക്ക് ആ ഒരു സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ ആ ഒരു കഥാപാത്രത്തിനോട് വളരെയധികം ജസ്റ്റിസ് ഈ പറയുന്ന വ്യക്തി പുലർത്തിയിട്ടുണ്ട്. അത് നമുക്ക് സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. എന്ത് കണ്ടിട്ടാണ് ഇദ്ദേഹം ഇത്രയധികം ഇവരെ ഇൻസൾട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലായില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അശ്വന്ത് കോക്കിനെ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് ഈ റിവ്യൂ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്ന
ലാലേട്ടൻ്റെ സിനിമ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള സങ്കടത്തിൽ എന്നാലും കുഴപ്പമില്ല ഒന്ന് കണ്ടേക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ തിയേറ്ററിൽ പോയത്. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വെച്ചു, ഈ ഒരു സിനിമേനെയാണോ ഇദ്ദേഹം ഇത്രയധികം മോശമായിട്ട് ചിത്രീകരിച്ചത് എന്ന് തോന്നിപ്പോയി. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ആളുകളോടും ഭയങ്കര ഒരു എന്താ പറയുക ഒരു സിമ്പതി ഉണ്ട്. കാരണം നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടിട്ട് ഈ ഒരു സിനിമ കാണാതിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു നഷ്ടമാണ്. ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് അനുഭവിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. അതുപോലെ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ തോന്നുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിവ്യൂവേഴ്സൊക്കെ പലപ്പോഴും അവകാശപ്പെടുന്ന ഒരു കാര്യം, നമ്മുടെ റിവ്യൂ കേട്ടിട്ട് ആരും ഈ സിനിമ കാണാതിരിക്കുന്നില്ല, സിനിമ കാണേണ്ടവർ എങ്ങനെയായാലും കാണും എന്നുള്ളൊരു അവകാശവാദം പല റിവ്യൂവേഴ്സിനുണ്ട്. പക്ഷെ അതൊരു ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇപ്പോൾ ഈ റിവ്യൂസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണണമെങ്കിൽ കാണാം എന്നുള്ള അത് അഫോർഡ് ചെയ്യാനുള്ളൊരു അവസ്ഥയായിരിക്കും അവർക്ക്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നുണ്ടെങ്കിൽ അത് അഫോർഡ് ചെയ്യാനുള്ളൊരു സാമ്പത്തിക സ്ഥിതി എനിക്കിപ്പോൾ ഉണ്ട്. പക്ഷെ ഞാൻ പഠിക്കുന്നൊക്കെ കാലത്താണെങ്കിൽ നമ്മൾ എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരൊന്നുമല്ല നമ്മൾ. അപ്പം ഇന്നത്തെ പോലെ റിവ്യൂ ഒന്നുമില്ല. ഈ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നമ്മൾ നല്ല സിനിമയാണെന്ന് തോന്നുന്ന സിനിമകൾ മാത്രമാണ് നമ്മൾ സോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ചില സിനിമകൾ ഇതുപോലെ സൂപ്പർ സ്റ്റാർസിൻ്റെ ഒക്കെ സിനിമ നമ്മൾ ഒരു മുൻധാരണയില്ലാണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് ഒരു ധാരണയില്ലാണ്ട് നമ്മൾ പിന്നെ ഫസ്റ്റ് ഷോക്ക് പോയി കണ്ട സിനിമകളുണ്ട്. എടുത്തു പറയാനാണെങ്കിൽ ചൈന ടൗൺ എന്ന് പറയുന്ന സിനിമ നമ്മൾ റിലീസ് ഡേ അന്നൊക്കെ നമുക്കിങ്ങനെ പ്രീ ബുക്കിംഗ് ഒന്നുമില്ല. തിയേറ്ററിൽ പോയി രണ്ട് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് ടിക്കറ്റ് എടുത്തിട്ട് കണ്ടൊരു സിനിമയാണ്. പക്ഷേങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ നിരാശപ്പെടുത്തിയൊരു സിനിമയാണ്. അപ്പം ഞാൻ ഇന്നത്തെ കാലത്തൊക്കെ ഈ റിവ്യൂസൊക്കെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാണ്ടോ ഇതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. പണ്ടൊക്കെ ഇതുപോലത്തെ റിവ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചൈന ടൗൺ എന്ന് പറയുന്ന സിനിമ കണ്ട് പൈസ നഷ്ടപ്പെടില്ലായിരുന്നു എന്നൊക്കെ വളരെ പോസിറ്റീവായിട്ട് ഈ റിവ്യൂസിനെ പറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ മലക്കോട്ടെ വാലിബന് നേരിടുന്ന ഇത്രയും നെഗറ്റീവ് റിവ്യൂസ് കാണുമ്പം നേരെ തിരിച്ച് പിന്നെ എന്താ പറയുക ഈ റിവ്യൂസൊക്കെ സിനിമയെ നശിപ്പിക്കുന്നതായിട്ടും എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഫോളോ ചെയ്യുന്ന എല്ലാവരും പിന്നെ എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണാനുള്ള സാമ്പത്തിക സ്ഥിതി ഉള്ള ആളുകളൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ പറയുന്നതും അവരുടെ ആ ഒരു പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ റിവ്യൂ ഇടുന്നു എന്നാണ്. പക്ഷേങ്കിൽ ഒരു ഇതുപോലത്തെ ഒരു ബിഗ് ബഡ്ജറ്റ് മലക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സിനിമയൊന്നുമല്ല, അതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. അതുകൊണ്ടായിരിക്കും അവർ കുറച്ച് ഓവർ ഹൈപ്പ് അവർ കൊടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. പക്ഷേ അത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മുമ്പത്തെ സിനിമകൾ പോലെയല്ല വാലിബൻ. ഇത് കുറച്ച് ബിഗ് ബഡ്ജറ്റ് ചിത്രമായതുകൊണ്ട് അവർക്ക് ഇനീഷ്യൽ കളക്ഷൻ ആവശ്യമാണ്. അതുകൊണ്ടായിരിക്കും അവർ കുറച്ച് ഹൈപ്പ് കൊടുത്തത്. പക്ഷെ അത് നിങ്ങൾ ഈ റിലീസ് ഡേ തന്നെ ഇത്രയും നെഗറ്റീവായിട്ട് നിങ്ങളുടെ ഫോളോവേഴ്സിനോട് പറയുമ്പം പലരും ഈ സിനിമ കാണണോ വേണ്ടയോ എന്നുള്ള ഒരു ഡബിൾ മൈൻഡിൽ വരും. അങ്ങനെ ഡബിൾ മൈൻഡിൽ വന്ന ആൾ തന്നെയാണ് ഞാനും. പക്ഷെ നമുക്ക് ഇവരുടെ രണ്ടുപേരോടുള്ള സ്നേഹം, ലിജോ ജോസ് പല്ലിശ്ശേരിയോടും മോഹൻലാലിൻ്റെ ഒക്കെയുള്ള സ്നേഹം കൊണ്ട് എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷെ അങ്ങനെ എന്താ പറയുക വെറുതെ പൈസ നഷ്ടപ്പെടുത്തണ്ട എന്ന് വിചാരിക്കുന്ന മെജോറിറ്റി ഓഡിയൻസ് ആണ് മലയാളത്തിലുള്ളത്. അപ്പോൾ അത്രയും പേരെ നിങ്ങൾ ഈ സിനിമ കാണാതിരിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ റിവ്യൂവിലൂടെ. അത് നിങ്ങൾ ഈ മലയാള സിനിമയോട് ചെയ്യുന്ന നീതികേട് തന്നെയാണെന്ന് പറയേണ്ടി വരും. പിന്നെ ഈ അശ്വന്ത് കോക്ക് പറഞ്ഞ മറ്റൊരു നെഗറ്റീവ് ആയിരുന്നു ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച്. ഈ സ്റ്റണ്ട് സീനിലൊക്കെ വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒട്ടും ഒരു മാസല്ല എന്നുള്ള രീതിക്ക്. പക്ഷെ ഇതിലെ കഥാപാത്രങ്ങളും ഈ ഒരു കഥയും ആ ഒരു പിന്നെ കാലഘട്ടവും ഒക്കെ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള മികച്ചൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അത് നമ്മളെ എന്താ പറയുക നമുക്ക് ഗൂസ് ബംസ് വരുത്തുന്ന രീതിയിൽ അവരത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ പക്ഷേ ഈ ഒരു എന്താ പറയുക ലൂസിഫറും അല്ലെങ്കിൽ നരസിംഹമൊക്കെ പോലത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊന്നും ഈ ഒരു സിനിമക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു കാതൽ തന്നെ നഷ്ടപ്പെടും ഈ സിനിമയുടെ. അതുപോലത്തെ ഒരു കഥയാണ് ഈ വാലിബൻ പറയുന്നത്. പിന്നെ പറഞ്ഞത് ഇത് ഭയങ്കര ലെങ്തിയാണ്, 2.25 മണിക്കൂറുണ്ട്, 2 മണിക്കൂറാണെങ്കിൽ എഴുന്നേറ്റ് പോകാമെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒട്ടും തന്നെ ഇത്രയും സമയം തിയേറ്ററിനുള്ളിൽ ഇരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടില്ല. നമ്മളൊക്കെ ആ ഒരു ഈ സിനിമ കൊണ്ട് ഇവരെന്താണോ ഉദ്ദേശിച്ചത് നമുക്കത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതിൽ ഇൻവോൾവ് ആയിട്ട് സമയം പോയത് നമ്മൾ സത്യത്തിൽ അറിഞ്ഞിട്ടില്ല. ക്ലൈമാക്സിന് എത്തുമ്പോഴത്തേക്കും ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നിർത്തരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലൈമാക്സ് ആണ്. കാരണം നമുക്കത് കഴിഞ്ഞിട്ടുള്ളത് കാണാനുള്ള ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും ഡീഗ്രേഡിങ് വന്നു കഴിഞ്ഞിട്ട് അവരിനി ഒരു സെക്കൻഡ് പാർട്ട് വേണമെന്ന് ചിന്തിക്കേണ്ടുന്ന അവസ്ഥയാണെങ്കിൽ നമുക്കത് എന്താ പറയുക മലയാള സിനിമയ്ക്ക് അതൊരു വലിയ നഷ്ടമായിരിക്കും. നമ്മൾ പ്രേക്ഷകർക്ക് എന്താ പറയുക ഇത് ഈ ഒരു സിനിമയിൽ കണ്ടതിനേക്കാൾ കൂടുതൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന എന്തൊക്കെയോ രണ്ടാം പാർട്ടിൽ വരുന്നുണ്ട് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ അത് നമുക്കൊരു വലിയൊരു നഷ്ടം ആവും അവർ സെക്കൻഡ് പാർട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ.
അപ്പോൾ ഞാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുന്നു എൻ്റെ ഈ ഒരു വീഡിയോ കുറേ പേരിലെങ്കിലും എത്തണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അങ്ങനെയെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഡബിൾ മൈൻഡിലുള്ള ആളുകൾ ഈ സിനിമ കാണാൻ പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടി ഇവർ കൊണ്ടുവന്ന് തരട്ടെ. അങ്ങനെ മലയാള സിനിമയിൽ ഇതുവരെയുള്ള ടൈപ്പ് സംഭവങ്ങളൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് പുതിയ പുതിയ മൈൽ സ്റ്റോൺസ്, പുതിയ റെഫറൻസ് ഇതൊക്കെ മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ. നമ്മൾ മറ്റു ഭാഷകളിലെ സിനിമകൾ പറയുന്ന പോലെ അതുപോലത്തെ സിനിമകൾ എന്താ മലയാളത്തിൽ വരാത്തതെന്ന് നമ്മൾ പല സിനിമകൾ കണ്ടിട്ടും പറയാറുണ്ട്. പക്ഷെ അതുപോലത്തെ സിനിമകൾ മലയാളത്തിൽ വരുമ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാനും തയ്യാറല്ല. പക്ഷെ നമുക്ക് എന്താ പറയുക, ഒരു സിനിമ കാണുമ്പോൾ ആ ഒരു സിനിമ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു മൂഡിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഡിസ്കോ ഡാൻസ് കളിക്കുന്ന ഒരു മൂഡിൽ പോയിട്ട് കഥകളി കാണാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോന്നിനും ഓരോ എന്താ പറയുക, ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സാധനം മാത്രമല്ല. സിനിമ എന്ന് മാത്രമല്ല, ഒരു ആർട്ട് എന്ന് പറയുന്നത് അത് ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ വരുന്ന ഒരു സാധനമല്ല. അതിന് ഒത്തിരി തലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ സംഭവങ്ങൾ വരുമ്പോൾ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ഈ പറയുന്ന സിനിമാക്കാർക്ക് വീണ്ടും എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനുള്ളൊരു പ്രചോദനം വരുന്നത്. അപ്പോഴാണ് നമ്മൾ കൂടുതൽ നമുക്ക് സിനിമ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് മലയാളത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് കാണണോ വേണ്ടിയോ എന്ന് ഒരു ഡബിൾ മൈൻഡിൽ നിൽക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി അത് കാണണം. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മുത്തശ്ശി കഥ കേൾക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ നമുക്ക് എല്ലാം മറന്ന് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മികച്ചൊരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ബൈ.